ഹിന്ദു ദേശീയ ബോധം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തനിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ 90% ഹിന്ദുക്കളുടേതാണെന്ന് സ്വയം അറിയാവുന്ന ഒരു നേതാവ് ഹിന്ദുക്കളെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയായി മാറുന്നത്? ഹിന്ദുക്കളെ എനിക്ക് വോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വർഗീയത. ഒരു മൈക്ക് എടുത്തിട്ട് ഹിന്ദുക്കളെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും വോട്ട് വേണ്ട അഖിലേട്ടൻ. ആ ഗുരുവായൂർ അമ്പലം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഗുരുവായൂരിൽ പി അബ്ദുൽ ഖാദറും KM അക്ബറൊക്കെയാണ് വർഷങ്ങളായിട്ട് മുസ്ലിങ്ങളാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതല്ലേ പച്ച വർഗീയത എന്ന് പറയുന്നതല്ലേ? അല്ല, അത് വർഗീയതയല്ലെന്നേ. അതാണ് വർഗീയത. ഈ മുസ്ലിം നാമധാരികൾ എന്തിനു ജയിക്കുന്നത്? എന്നെ ജയിപ്പിക്കുക, ഞാൻ BJP ക്കാനായിട്ടുള്ള ഹിന്ദു ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കണ്ട മുസ്ലിങ്ങളെയൊക്കെ ജയിപ്പിക്കുന്നതെന്ന് പറയുന്ന ഒരു ധ്വനിയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിനെയല്ലേ വർഗീയത എന്ന് പറയുന്നത്. അതാണ് വർഗീയത. അല്ല, ഞാൻ വിശ്വസിക്കുന്നത് അഖിലേട്ടൻ പരാജയപ്പെട്ടാൽ പോലും 2ാം സ്ഥാനം വന്നാൽ പോലും അത് വിജയമാണ്. വിജയത്തിൽ മത്സരിക്കുന്നത് ജയിക്കാനാണ്. പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നു, മാരാറ് മത്സരിക്കുന്നത് ജയിക്കും. പക്ഷേ അഖിലേട്ടാ, നിങ്ങൾ ഇന്ത്യയിൽ ജയിക്കുമ്പോൾ നമ്മുടെ മതേതരത്വത്തിനൊരു വിലങ്ങുതലാവോതെ. എനിക്ക് സംഖ്യ എന്ന് വിളിക്കുന്നില്ലെന്നും എനിക്കൊരു പരാതിയോ പ്രശ്നങ്ങളോ ഒരു വിഷമങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളെ ഒരാൾ അതിൻ്റെ പേരിൽ നീ ഒരു വർഗീയവാദിയാണ് എന്നൊരു മൊന ചാർത്തി മുസ്ലിം സമൂഹത്തെ കൊണ്ട് തെറിവിളിപ്പിക്കുന്നൊരു സമീപനം ഇവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്തെ ഒരു ക്രിക്കറ്റ് അക്കാഡമിയിലുള്ള ഒരു പയ്യൻ, ഞാനിവനെ എപ്പോൾ കണ്ടാലും അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും, അവന് ക്രിക്കറ്റിൻ്റെ കിറ്റുകളും മറ്റും വാങ്ങിക്കൊടുക്കും. ഞാൻ ഈ ഗണ്ടിയിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവനെ എവിടെ പോയി ഒരു കമൻറ്റ് ഇട്ടു, നാളമില്ലെന്നോ ഉടുപ്പില്ലെന്നോ അങ്ങനെ എന്തോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ വളരാൻ നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവുന്നതാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. CPM BJP ഡീലുണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നോക്കണ്ട, കോൺഗ്രസ് തീർന്നു, ചിഹ്ന ഭിന്നമാവും. വിഷയമല്ലേ, ചാണകം ചാരിയ ചാണകം മണക്കുന്ന. നീ ആരാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുക? ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു സാധനം കേട്ടു, പുള്ളി ക്രിസ്മസും പെരുന്നാളിന് ബീഫും മറ്റേ ഓണത്തിന് സദ്യയും കഴിച്ച മലയാളികൾക്ക് അത് ഇനിയും തുടരും, മാറാത്തത് മാറുമെന്ന് BJP പറഞ്ഞതിനെ, അതായത് ഈ മാറാത്തത് മാറുമെന്നുള്ള BJPയുടെ ഒരു ക്യാപ്ഷൻ പുള്ളി എടുത്തു വെച്ചിട്ട് ഒരു പ്രീ പ്ലാൻ നടത്തി, ഞാൻ അതിന് ഒരു കൗണ്ടറായിട്ടൊരു സാധനം പറയണമല്ലോ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ഒരു കൗണ്ടർ വന്നങ്ങ് അടിക്കുക. കൗണ്ടർ അടിയല്ല രാഷ്ട്രീയം. മാറാത്തത് മാറുമെന്ന് BJP പറയുന്നെങ്കിൽ BJPക്ക് എന്തുകൊണ്ട് ഇവിടെ മാറ്റത്തില്ല എന്നത് കോൺഗ്രസ്സുകാരനായ പിഷാരടി കാര്യകാരണങ്ങൾ നിരത്തി പറയണം. അപ്പോഴാണ് അവിടുത്തെ ജനത അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട്. ശോഭാ സുരേന്ദ്രൻ ഞങ്ങൾ എന്തിന് വരുമെന്നും എന്തിന് LDF മാറണം, എന്തിന് UDF മാറണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ പറയും. അല്ലെങ്കിൽ LDF വീണ്ടും തുടരണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് LDFൻ്റെ സ്വതന്ത്രനോ LDFൻ്റെ നേതാക്കന്മാരോ പറയും. അപ്പോൾ രാഷ്ട്രീയം സംസാരിക്കും. അതുപോലെ ഈ പിഷാടിനെ കോമാളി എന്നൊക്കെ വിളിക്കുന്ന അതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. അതൊക്കെ വളരെ ആക്ഷേപം രാഷ്ട്രീയത്തിൽ നല്ലൊരു മേഖലയിലും ശരിയല്ല. സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും നമ്മളെ കളിയാക്കുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, നിങ്ങൾ വിഷയാധിഷ്ഠിതമായി പറഞ്ഞാൽ എനിക്കതിന് മറുപടി പറയാൻ പറ്റും. നിങ്ങളുടെ വലിപ്പച്ചെറുപ്പം എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ എത്രയോ പേർക്ക് കമൻറ്റ് കൊടുക്കും. ഇപ്പോൾ പിഷാരടി എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ എന്താ, ഞാൻ അഖിൽമാരാര് പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ അയാൾ 2 വർഷം കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ സംസാരിച്ചത്. അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പം അത് പുച്ഛമാണത്. മുഖ്യമന്ത്രി ആരോടും ചെയ്യരുത്. തന്നോടൊരു ചോദ്യം ചോദിച്ച ഒരുത്തനോട് മുഖ്യമന്ത്രി പറഞ്ഞത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നല്ലേ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നീ ആരാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇത്. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് ജഡ്ജ് ചെയ്യാന്ന് പറയുന്ന സംവിധാനം. നമ്മൾ ഒരാളെ തെറി വിളിക്കുകയാണ്, നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? ഒരാളെ റോട്ടിൽ നിന്ന് തന്നെ തെറി വിളിക്കുക, അവനോട് നമുക്ക് എന്താ പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരാളൊരു കാര്യം മനസ്സിലാക്കാതെ വെറുതെ വായിത്തൊന്ന് വിവരക്കേട് വിളിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റും. അതേസമയം മിസ്റ്റർ അഖിൽമാരാർ, നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്തിട്ട് അത് നിങ്ങൾ പറഞ്ഞത് മാറ്റി പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്തത് ശരിയല്ലല്ലോ, നിങ്ങൾ ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞില്ലേ, അപ്പം നമ്മളൊരു മറുപടി കൊടുക്കും. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്,
എന്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ സത്യം, നിങ്ങൾ അപ്പോൾ ചിലർ അഖിലും മാറാറ് നിലപാട് മാറ്റുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ എന്താണ് മക്കളെ നിങ്ങൾ നിലപാടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പല ആൾക്കാരും ആവർത്തിച്ച് നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘി എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തിയിട്ട്, എനിക്ക് സംഘി എന്ന് വിളിക്കുന്നില്ലെന്നും എനിക്കൊരു പരാതിയോ പ്രശ്നങ്ങളോ ഒരു വിഷമങ്ങളോ ഇല്ല. പക്ഷേ നമ്മളെ ഒരാൾ അതിൻ്റെ പേരിൽ നീ ഒരു വർഗീയവാദിയാണ് എന്നൊരു മൊന ചാർത്തി മുസ്ലിം സമൂഹത്തെ കൊണ്ട് തെറിവിളിപ്പിക്കുന്നൊരു സമീപനം ഇവർ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന രണ്ട് വിഷമം, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മുസ്ലിങ്ങൾക്ക് ഇത് വിഷമം ഉണ്ടാക്കുന്നു. തീർച്ചയായിട്ടും. രണ്ട്, എനിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്തെ ഒരു ക്രിക്കറ്റ് അക്കാഡമിയിലുള്ള ഒരു പയ്യനാണ്, ഒരു SFIയുടെ പഴയ ചെയർമാനായിരുന്നൊരു പയ്യനാണ്. ഞാനിവനെ എപ്പോൾ കണ്ടാലും അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും, അവന് ക്രിക്കറ്റിൻ്റെ കിറ്റുകളും മറ്റും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇന്ത്യയിലേക്ക് പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവനെ എവിടെ പോയി ഒരു കമൻറ്റ് ഇട്ടു, നാണമില്ലെന്നോ ഉളുപ്പില്ലെന്നോ അങ്ങനെ എന്തോ സാധനം. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഞാനിവനെ നമ്മുടെ സ്വന്തം അനിയനെ പോലെ കണ്ട് സ്നേഹിച്ച് അവന് വേണ്ട സഹായങ്ങളും ചെയ്ത കാര്യം, അവൻ്റെ വീട്ടിൽ വലിയ സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും എല്ലാ കാലത്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പം അതെന്തുകൊണ്ടാണ് അഖിൽമാരാർ NDAയിലേക്ക് പോയപ്പോൾ ഇവർക്ക് എന്നെ തെറിവിളിക്കാൻ തോന്നിയത്? ഇന്നലെ അവർ എന്നെ തിരിച്ചറിഞ്ഞ ഒരു ആൾക്കാർക്ക് ഞാൻ ഒരു രാഷ്ട്രീയം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ട് നമ്മളെ തെറിവിളിക്കാൻ തോന്നേണ്ട റീസൺ എന്താണ്? മതമല്ലാതെ മറ്റെന്താണ്? അവിടെയാണ് ഇതിനകത്തൊരു അപകടം വരുന്നത്. അല്ല, മതത്തേക്കാൾ കൂടുതൽ എന്താണെന്നറിയാമോ, എനിക്ക് ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് അഖിലേട്ടൻ പോലും നല്ല വിഷമമുള്ള ആളാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ട് മാത്രം പറയുന്നു. അതായത് വ്യക്തിപരമായിട്ട് എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അഖിലേട്ടൻ ഒരു മതേതരവാദി എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. താങ്കൾക്ക് ഒരു വർഗീയതയോടൊന്നും സന്ധി ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ്. പക്ഷേ താങ്കൾ NDAയിലേക്ക് പോകുമ്പോൾ വർഗീയതയോട് ആ BJPയുടെ ചാലിട്ടു, അവിടെയാ നമുക്ക് വിഷമം. ഇവർക്ക് അതായത് നമ്മൾ എന്തൊക്കെയാണെന്ന് ആത്യന്തികമായിട്ട് ഇസ്ലാമിക വിരോധം, മുസ്ലിം വിരോധം പറയുന്ന ഒരു പാർട്ടിയാണ് BJP എന്നുള്ളതിന് ആർക്കും തർക്കമില്ലല്ലോ. അത് അവരുടെ വിരോധമല്ലടാ പറയുന്നത്, ഇസ്ലാമിക വിരോധമല്ല അവർ പറയുന്നത്. അവർ ഹൈന്ദവ ദേശീയ ബോധം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ അത് പരോക്ഷമായിട്ട് ഇസ്ലാമിക വിരോധമാണ് പറയുന്നത്. അല്ലല്ല, നമ്മൾ ഇവരെല്ലാം സ്വീകരിച്ച ആശയമാണ്. മുസ്ലിംസ് ഇന്ത്യക്കുള്ളിൽ ഉണ്ടായവരല്ലല്ലോ, പുറത്തു വന്നതല്ലേ. പുറത്തുനിന്ന് വന്നവരെ സ്വീകരിച്ച രാജ്യമല്ലേ ഇന്ത്യ. ആരാണ് ഇവിടുത്തെ ജനത, അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാരം? ക്രിസ്ത്യൻസിനെ സ്വീകരിച്ചു, സകല ആൾക്കാരെ സ്വീകരിച്ചു, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കഴിഞ്ഞത്. അതിനെ രാഷ്ട്രീയമായി മാറിയ സമയത്ത് പൊളിറ്റിക്കലി BJP അതിനെ കുറച്ചും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട്. പശുവും കിടാവും അല്ലായിരുന്നു ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ചിഹ്നം. അപ്പൊ അന്നത്തെ പശുവും കിടാവിന് ഇന്ദിരാഗാന്ധി എന്താ വെച്ചത്? പശുവിന് ഇന്ത്യയിൽ അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടെന്നേ. ഇപ്പോഴും കേരളത്തിൽ ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻസ് ഉള്ള മേഖലയിൽ ക്രിസ്ത്യാനികളെ നിർത്തുന്നത് വർഗീയത ആയിരുന്നൊന്നുമല്ല, ജയിക്കാനുള്ളൊരു മാർഗം. അത് നമുക്ക് അങ്ങനെ വർഗീയത എന്ന് പറയാൻ പറ്റൂ? ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളി പണ്ട് സീറ്റ് കൊടുത്ത്, അങ്ങനെ നല്ല മനുഷ്യൻ, അങ്ങനെ വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡർ ഇൻ കേരള എന്ന് പറയാൻ പറ്റുന്ന ഒരാൾക്ക് കോൺഗ്രസ് പണ്ട് കാലത്ത് സീറ്റ് കൊടുത്തത് ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ഭൂരിപക്ഷം ഉണ്ടായി? ഒരുപക്ഷെ ആ തുടക്കത്തിൽ പരിഗണിക്കുമ്പോൾ ക്രിസ്ത്യൻ മേഖലയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കട്ടെ എന്ന് ചിന്തിച്ചാണ്, അല്ലെങ്കിൽ തുടക്കത്തിൽ ചിന്തിച്ചത്. പിന്നീട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ യഥാർത്ഥത്തിൽ ഏത് മതമോ നോക്കിയിട്ടാണോ ഇന്നലെ അവരെ സ്വീകരിച്ചത്? എപ്പോഴാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മൾ കൂടുതലും ചർച്ച ചെയ്ത് തുടങ്ങിയത്? ഷാജിയുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ്. മതമാണ് അതൊരു വലിയ അപകടമായി മാറി ലീഗിന്. ഞാൻ പോലും ലീഗിനെ വലിയ സ്വീകാര്യതയോടി കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് പറഞ്ഞത് കുഴപ്പമില്ല, അതൊരു നേതാവിന്റെ പറച്ചില. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം BJPയിൽ ചില നേതാക്കന്മാർ ഇതുപോലെ പറയും. B. ഗോപാലകൃഷ്ണൻ ഈയിടെ പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ ഷാജി ഇത് പറയുന്നത് കുഴപ്പമില്ല, ഷാജിക്ക് അത് പറയാം. ഷാജി ഒരു സമയത്ത് RSSകാരുടെ സ്റ്റേറ്റ്മെന്റുകൾ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളി. ഇതിനെ ആരും എതിർക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. ഇതിനെ കോൺഗ്രസ് എതിർക്കുന്നില്ല, മുസ്ലിം ലീഗ് എതിർക്കുന്നില്ല. എതിർക്കാതിരിക്കുമ്പോൾ സമാനമാണെന്ന് ചിന്തിക്കും. BJPയുടെ ഏതെങ്കിലും ഒരു നേതാവ് ചിലപ്പം ഇതേ കണക്കൊരു അഭിപ്രായം പറഞ്ഞാൽ സാബു ജേക്കബ് തള്ളി പറയും, നമുക്കൊരു ബുദ്ധിമുട്ടും കാണത്തില്ല. കാരണം നമ്മൾ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ചിലപ്പോൾ 2020 യോജിക്കാം, വിയോജിക്കാം. അതാണ് മുന്നണി. രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള ശേഷി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കാണും. മുന്നണി സംവിധാനം തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഇപ്പം കേരള കോൺഗ്രസിന്റെ തീരുമാനം അനുസരിച്ചാണോ CPM പ്രവർത്തിക്കുന്നത്? ഇതിവർക്ക് മനസ്സിലാവുന്നില്ലെന്നേ. ഇപ്പം ഞാൻ NDAയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ BJP എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ 2020? അല്ല, 2020ക്ക് 2020യുടേതായ കാഴ്ചപ്പാടുണ്ട്. ഇനി 2020 എന്തിനാ BJP കൂടെ വർഗീയത പറയാനാണെങ്കിൽ എന്തിനാ 2020 BJPക്ക്? ഇപ്പം നീ പ്രൊഫസർ രവിചന്ദ്രൻ്റെ കൂടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. നിനക്കൊരു ആത്മീയ സംഘടന ഉണ്ടാക്കണം, കേരളത്തിൽ ആത്മീയത പ്രചരിപ്പിക്കണം. എന്നിട്ട് നീ പിടിച്ച് രവീന്ദ്രൻ മാഷിനെ പിടിച്ച് പ്രസിഡന്റാക്കി എങ്ങനെ ഇരിക്കും? അന്നെ വിറ്റായിരിക്കും അത്.
അതായത് നിന്റെ ലക്ഷ്യം നടപ്പിലാക്കാൻ ഇയാളെ കൊണ്ട് കൊള്ളത്തില്ലെന്ന് അയാളെ പിടിച്ചിരുത്തുന്ന എവിടെ ആയിരിക്കണം? യുക്തിവാദ സംഘടന, ആത്മീയ സംഘടന തുടങ്ങാൻ ഒരുപക്ഷെ ഏതെങ്കിലും കൊള്ളാതെ മുസ്ലിം ആത്മീയതയെ പ്രചരിപ്പിക്കുന്നെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾ, ഹിന്ദു ആണെങ്കിൽ ചിദാനന്ദപുരി സ്വാമിയെ തീർച്ചയായിട്ടും BJPക്ക് പ്രചരിപ്പിക്കേണ്ടത് വർഗീയതയാണെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാനം അതുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. രാജീവേട്ടൻ എന്ന് പറയുന്ന വ്യക്തി വന്നപ്പം കുറച്ചൊക്കെ ഈ വർഗീയത കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ ആദ്യം പറഞ്ഞ സാധനം ഇന്റൻഷൻ ഇപ്പം ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം മാറ്റിവെക്കുക. ഇപ്പം നമ്മൾ കേരളം എല്ലാ കാലവും വരികയാണ്. രാജീവ് ചന്ദ്രശേഖരൻ പോലെയുള്ളവർ ഉള്ളിടത്ത് തന്നെ വി ഗോപാലകൃഷ്ണൻ ഉള്ളത്. അല്ലല്ല, നയിക്കുന്ന ആൾ നയിക്കുന്ന ഓക്കെ. പക്ഷേ സ്ഥാനാർത്ഥിയാണല്ലോ ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. എനിക്കൊന്ന് സംസ്ഥാന സമിതി അംഗമാണ്. അല്ലല്ല, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഒരു നേരത്തെ. അപ്പൊ ഇതല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനേക്കാളുപരി നയിക്കുന്ന ആളുടെ കാഴ്ചപ്പാട് നോക്കിയിട്ടല്ലേ ഒരാളെ നയിക്കാൻ. തീർച്ചയായിട്ടും. ഇനി കൂടെ കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ ക്രിസ്ത്യാനിയായ സാബു ജേക്കബിന്റെ ഡെവലപ്മെന്റ്സ് മാത്രം പറയുന്ന 2020 പിടിച്ച് കൂടെ കൂട്ടേണ്ട കാര്യമില്ലല്ലോ. മറ്റേതെങ്കിലും വർഗീയത പറയുന്ന ഒരാളെ പിടിച്ച് കൂടെ കൂട്ടിയാൽ പോലെ 2 ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ട്. പക്ഷേ അതേസമയം AHP എന്ന് പറയുന്നത് അങ്ങനെയാണോ? 2 ക്രിസ്ത്യൻ വോട്ട് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ മതേതരത്വം ജോൺ ജോർജ്. അതിനെ നമ്മൾ മതേതരത്വം എന്നല്ലേ പറയുന്നത്. അല്ല, പക്ഷെ ഷിബിനെ ഞാൻ BJPയിലേക്ക് ക്ഷണിച്ചാൽ എനിക്ക് മുസ്ലിം വിരോധം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഷിബിനെ ക്ഷണിക്കുന്നത്? ശരിയാ. നീ എൻ്റെ കൂടെ വേണം, ക്രിസ്ത്യാനി എൻ്റെ കൂടെ വേണം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഈ നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി ഒരുമിക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ അങ്ങനെ വർഗീയവാദിയാവുന്നേ. അപ്പൊ ഇത് ഇപ്പൊ അതാണ് അതിന്റെ ഒരു ഞാൻ കാണുന്ന ഒരു ഭാഗം. ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനകത്ത് യഥാർത്ഥത്തിൽ ഗുരുവായൂർ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലം അല്ല, മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം. അവിടെ അദ്ദേഹം എന്താ പറഞ്ഞത്? ഗുരുവായൂർ ക്ഷേത്രത്തില് ഗുരുവായൂർ അറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു പേരിലാണല്ലോ. മേ ബി ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താവാം അദ്ദേഹം അങ്ങനെ അഭിപ്രായം മുന്നോട്ട് വെച്ചത്. അതിനെക്കാട്ടി എത്രയോ അപകടമല്ലേ മതം. ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നത് മതത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയും. ഇത് പുള്ളി പറഞ്ഞില്ലല്ലോ ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടിയിട്ട് അധികാരത്തിൽ വരുന്നതെന്നും പറഞ്ഞില്ല. അങ്ങനല്ല, ഇങ്ങനെ പറഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു വിശ്വാസി ആ ഗുരുവായൂർ അമ്പലം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഗുരുവായൂരിൽ P. അബ്ദുൽ ഖാദറും KM അക്ബറൊക്കെയാണ് വർഷങ്ങളായിട്ട് മുസ്ലിങ്ങളാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരാൾ വരണമെന്ന് പറഞ്ഞാൽ അതല്ലേ പച്ച വർഗീയത എന്ന് പറയുന്നതല്ലേ? അല്ല, അത് വർഗീയതയല്ലെന്നേ. അതാണ് വർഗീയത. അല്ല, അത് വർഗീയതയെന്ന് പറയരുത്. അതാണ് വർഗീയത. അല്ല, അത് നമ്മളെന്താ എൻ്റെ വർഗത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നതല്ല വർഗീയത. ഞാനൊരു അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നിടത്താണ് വർഗീയത. അത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അല്ല, അത് അവിടെയാണ്. ഇത് ആഗ്രഹമല്ല പുള്ളി പറഞ്ഞത്. ശ്രദ്ധിച്ചോ? അതിൻ്റെ അകത്ത് ഒരു ടോൺ എന്ന് പറയുന്നത് ഈ മുസ്ലിം നാമധാരികൾ എന്തിനു ജയിക്കുന്നത്? എന്നെ ജയിപ്പിക്കുക, ഞാൻ BJPക്കാരായിട്ടുള്ള ഹിന്ദു ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കണ്ട മുസ്ലിങ്ങളെയൊക്കെ ജയിപ്പിക്കുന്നതെന്ന് പറയുന്ന ഒരു ധ്വനിയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിനെയല്ലേ വർഗീയത എന്ന് പറയുന്നത്. അതാണ് വർഗീയത. അതാണ് അഖിലേട്ട. അതല്ലേ അഖിലേട്ട വർഗീയത? അതല്ല അപരമത വിദ്വേഷം. അതല്ല. അവിടെയാണ് SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ മത്സരിച്ചാൽ മുസ്ലിംസിന്റെ വോട്ട് ഞങ്ങളിൽ നിന്ന് സ്പ്ലിറ്റായി പോകും എന്ന് പേടിച്ച് ആ വോട്ട് വർഗീയ നിലപാടിനെയൊക്കെ അവിടെ നിന്ന് മാറ്റി നിർത്തിയത് ഏറ്റവും വലിയ മണ്ടത്തിലെന്ന് ഞാൻ പറയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് വോട്ടുകൊണ്ട് ജയിച്ചാൽ മതി, വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞില്ലല്ലോ. അതാ ഞാൻ വർഗീയ വോട്ടുകൾ ഞങ്ങൾക്കൊപ്പം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തിയ അപകടത്തെക്കാട്ടിയും വലുതൊന്നുമല്ല ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഹിന്ദു ദേശീയ ബോധം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്. തനിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ 90% ഹിന്ദുക്കളുടേതാണെന്ന് സ്വയം അറിയാവുന്ന ഒരു നേതാവ് ഹിന്ദുക്കളെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയതയായി മാറുന്നത്? ഹിന്ദുക്കളെ എനിക്ക് വോട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ വർഗീയത. അങ്ങനെ പുള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പം അഖിലേട്ടൻ പറയുക, അഖിലേട്ടൻ തൃക്കാക്കര ഒരു മൈക്ക് എടുത്തിട്ട് ഹിന്ദുക്കളെ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്ക്. അതല്ല ഷിബിനെ, BJP സെക്യുലർ. അപ്പം ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും വോട്ട് വേണ്ട അഖിലേട്ടൻ? അങ്ങനെ ഞാൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ BJP സെക്യുലറിസം അല്ലല്ലോ അവരുടെ ബേസ്. അവരുടെ ബേസ് ഹിന്ദുത്വ ദേശീയ ബോധമാണ്. ഈ ഹിന്ദുത്വ ദേശീയ ബോധം സ്വീകരിക്കാൻ താല്പര്യമുള്ള മുസൽമാനാണ് ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന പേരങ്ങ് മാറ്റി വയ്ക്കും. ഈ രാജ്യത്തിൻ്റെ കൾച്ചറായിട്ട് തന്നെയാണ് RSS അതിനെ പറയുന്നത്. കാരണം നമ്മൾ ഹിന്ദു രാഷ്ട്രം നമ്മൾ നേരത്തെ ഹിന്ദു രാഷ്ട്രം തന്നെയാണ്, അതുകൊണ്ട് ഇതിനെ ആക്കണ്ട എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മൾ ഹിന്ദു രാഷ്ട്രം ആക്കാൻ വേണ്ടി നടക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം രണ്ടായാലും ആ രാഷ്ട്രീയ പാർട്ടി, ഞാനിപ്പോൾ 2020 ഒരാളാണ്, അവരെ ന്യായീകരിക്കുക എതിർക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ അയാൾ സംസാരിച്ചിട്ടുള്ളൂ. അപകടം എന്താന്ന് പറഞ്ഞാൽ മതേതരത്വം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വർഗീയ രാഷ്ട്രീയം പറയുന്ന SDP-യുടെ വോട്ട് സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ തള്ളി പറയേണ്ടത്. കാരണം നമ്മൾ പറയുന്നത് ഇവർ പറയുന്ന മതേതരത്വമാണ്. അപ്പോൾ ഇത് കൂടെ കൂട്ടുന്നതാണ് അപകടം. തീർച്ചയായിട്ടും. അത് ഇപ്പുറത്തെ വലിയ പ്രശ്നമില്ല. കാര്യം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP നേതാവിനെ ഒരു ഭൂരിഭാഗം ജനതയും കാണുന്നത് BJP-യുടെ നേതാവായിട്ടാണ്. മതേതരവാദിയായിട്ടല്ല, വർഗീയവാദിയായിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിനകത്ത് നമ്മൾ ഈ വർഗീയവാദം എന്ന് പറയുന്നതിനകത്തുള്ളൊരു കുഴപ്പം, എൻ്റെ ക്ഷേത്രം നന്നാകണം,
അതിനുവേണ്ടി പണിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ വർഗീയവാദി ആകില്ല. എൻ്റെ ക്ഷേത്രം നന്നാവണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പണിയെടുത്താൽ വർഗീയവാദിയല്ല. എൻ്റെ ക്ഷേത്രം നന്നാവുകയും വേണം, അപ്പുറത്തുള്ള മുസ്ലിം പള്ളി ഞാൻ പൊളിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എമ്മാടിത്തരമാണ്. ഇതിനു വേണ്ടി നമുക്ക് ബാധിക്കും. തീർച്ചയായിട്ടും അതേ കണക്കേ ഉള്ളൂ. പക്ഷേ അത് അങ്ങനെയല്ല വായിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വാദിക്കണമായിരുന്നു പുള്ളി. അതായത് ഈ മുസ്ലിം നാമധാരികൾ ജയിക്കേണ്ട കാര്യം പറയേണ്ട ആവശ്യമില്ല പുള്ളിക്ക് അവിടെ. അതായത് അതിങ്ങനെ പറയാം, അതായത് ഞാൻ ജയിച്ചു വരുവാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 100 കോടി രൂപയുടെ എങ്ങാണ്ടോ വികസനം ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ട്. അത് KM അക്ബറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നതിന് പകരം ഞാൻ ജയിച്ചു വരുവാണെങ്കിൽ കുറച്ചും കൂടി ചെയ്യും എന്ന് പറയേണ്ടതിന് പകരം അവിടെ മുസ്ലിം നാമധാരികൾ ജയിക്കേണ്ടെന്ന് പറഞ്ഞ വർഗീയത. അപ്പം ഏകദേശം നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് കുറച്ച് തൃക്കാക്കരയും 3.0 സംഭവിക്കുമെന്നും കൂടി ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താ തോന്നുന്നത്, NDA എത്ര സീറ്റ് പിടിക്കുമെന്നാണ് ഒരു ഊഹം? അത് ഞാനിപ്പോൾ അങ്ങനെ ഈ പ്രവചനങ്ങളോടൊന്നും, അത്തരം കണക്കുകളിലുള്ള പ്രവചനങ്ങളോടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ജനാധിപത്യമാണ്, ജനങ്ങളുടെ ചിന്തയാണ്. ഈ ജനങ്ങളുടെ ചിന്ത ഇന്ത്യയിലെ പല സംസ്ഥാനത്തും അൺഎക്സ്പെക്റ്റഡ് ആവും വിധം മാറി മറിഞ്ഞിട്ടുണ്ട്. അത്ഭുതങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരത്ഭുതമായിരുന്നു ആം ആദ്മി പാർട്ടി, അത്തരമൊരു അത്ഭുതമായിരുന്നു ത്രിപുര. അത്തരം പല അത്ഭുതങ്ങളുമാണ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ വേരോട്ടത്തിൽ നമ്മൾ കണ്ടതും. തൃണമൂലും അത്ഭുതമായിരുന്നു. അതെ അതെ, മറ്റേ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ ജനാധിപത്യത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളായിരുന്നു. അപ്പം നമുക്ക് എന്താണ് ജനത്തിൻ്റെ മനസ്സിലെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് റീഡ് ചെയ്യാൻ നമുക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. ഇതിന് ആക്കം കൂട്ടുന്നത് സംഘടനാപരമായ പ്രവർത്തനവും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് നൽകുമെന്നുള്ള വാഗ്ദാനത്തെക്കാട്ടിയും കൂടുതലും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ ഇവരെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവുമൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് പ്രവചനത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അഭൂതപൂർവമായ ഒരു വളർച്ച ഈ തെരഞ്ഞെടുപ്പോടുകൂടി NDAക്ക് ഇവിടെ ഉണ്ടാവും. 3 വർഷം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓൾ ഇന്ത്യയിൽ ഒറ്റ ഇലക്ഷൻ 2029 അധികാരത്തിൽ എത്തത്തക്ക ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് BJP മാറുന്നതിൻ്റെ ഒരു തുടക്കമായിരിക്കും 2026 എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാവത്തില്ല. അത്ഭുതപൂർവമായ വളർച്ച ഉണ്ടാവും. അത് ഇപ്പോൾ ഞാൻ പറയണം, നമുക്ക് 72 സീറ്റ് മതി, അല്ലെ 71 സീറ്റ് മതി ജയിക്കാൻ. 69 സീറ്റ് തോൽക്കാം. 69 സീറ്റ് തോൽക്കാൻ തീരുമാനിച്ച് 71 സീറ്റിൽ BJP ജയിക്കാൻ തീരുമാനിച്ചാൽ മതപരമായിട്ടുള്ള, അല്ലെങ്കിൽ BJPക്ക് ഞാൻ പറഞ്ഞ മുസ്ലിം സമൂഹമാണല്ലോ BJP എല്ലാ കാലത്തും എതിർക്കുന്നത്. അങ്ങനെ മതപരമായിട്ടുള്ള ഘടനകളൊക്കെ പരിശോധിച്ചാലും ഈ പറയുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ മതപരമായ BJPക്ക് അനുകൂലമാണ്. ഇത്രയും മണ്ഡലങ്ങൾ കേരളത്തിലെ 30% ഇസ്ലാം മതസമൂഹം ക്രോഡീകരിക്കപ്പെട്ട് കിടക്കുന്നത് മലബാർ മേഖലയിലാണ്. അതെന്തായാലും ലീഗ് മറ്റോടുള്ളിടത്തോളം കാലം വേറെ ആർക്കും കിട്ടില്ല. പിന്നെ BJPക്ക് ഏറ്റവും കൂടുതൽ വളരാൻ നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവുന്നതാണ്. കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തീർച്ചയായും. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് BJP മാറും. അപ്പുറത്ത് സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണയിലും വളരെ കുറച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പിന്തുണയിലും മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് ചുരുങ്ങും. ഭയങ്കര വിഷണറിയാണ് BJP. ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ആയിരിക്കത്തില്ല ചിലപ്പോൾ മത്സരിക്കുന്നത്. തോറ്റു കൊടുത്തുകൊണ്ട് 10 വർഷം കഴിഞ്ഞ് അധികാരം പിടിക്കാനുള്ള എല്ലാ പ്ലാനുകളും. അതാണ് ഞാൻ ചോദിക്കുന്നത്, CPM BJP ഡീലുണ്ടോ? അതായത് കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത ഭാരതം. അത് ഡീലല്ല. ഇപ്പം അതായത് ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളവാകും എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനി കോൺഗ്രസിനൊരു ഉയർച്ച. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നോക്കണ്ട, കോൺഗ്രസ് തീർന്നു, ചിഹ്ന ഭിന്നമാവും. കോൺഗ്രസിലെ പല നേതാക്കളും BJPയിലേക്ക് ചാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കോൺഗ്രസ് തീർന്നു പോകും. അപ്പോൾ ആ ഒരു ബുദ്ധി, അല്ല ആ ഒരു കുടില തന്ത്രം BJP പ്രയത്നിയാൽ രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങൾ തീർച്ചയായിട്ടും. രാഷ്ട്രീയം ഒരു ചതുരംഗ കളിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചതുരംഗത്തിൽ തൊട്ടടുത്ത കളം നീക്കുമ്പോൾ മറ്റവൻ വിചാരിക്കും ഇവൻ എന്തിനാണ് ഈ പൊട്ടത്തരം കാണിച്ചത്, അവനതങ്ങ് വെട്ടും. അവനത് വെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെച്ചു കൊടുത്തത്. 10 നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ ഈ നീക്കം നീക്കിയതെന്നും അവിടെയാണ് ജയിക്കുന്നത്. അതാണ് ചാണക്യ ബുദ്ധി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത്. തീർച്ചയായിട്ടും. കോൺഗ്രസിനെ സംബന്ധിച്ച് പാണിനെ എടുത്ത് അല്ലെങ്കിൽ ഇതിനെടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ, റൂക്കിനെ എടുത്ത് വെച്ചു കൊടുത്താൽ അപ്പോഴേ പങ്ക് വെട്ടും. അപ്പോൾ ഈ ചിന്തയില്ല, ഭീഷണറി ആയിട്ടുള്ള തോട്ടില്ല അവർക്ക്, ഒരു കാര്യത്തിലും ഇല്ല.
ഇനി ഇത് ഇവിടിപ്പം ഇപ്പം BJP CPM ഡീലെന്നല്ല നമ്മളതിനെ പറയേണ്ടത്. BJP കേന്ദ്രത്തിലിരുന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പിണറായി വിജയൻ ഇവിടുന്ന് നടത്തി കൊടുക്കുന്നുണ്ട്. തടസ്സങ്ങളില്ല. ഒരു കേന്ദ്ര പദ്ധതികളും കേരളത്തിൽ തടയപ്പെടുന്നില്ല. അപ്പം പിണറായി വിജയൻ തന്നെ തുടർന്നാലും BJP നാഷണൽ ലെവലിൽ അവരുടെ വിഷൻ നടപ്പിലാക്കാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലെവലിൽ BJP എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരിക്കലും നടക്കുക. അപ്പം ഇവർക്ക് തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ CPM തുടർന്നാലും BJPയുടെ വിഷൻ തടസ്സപ്പെടുന്നില്ല, BJPയുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമില്ല. കാര്യം ഇതൊരു കേരളത്തിൽ മാത്രം ചുരുങ്ങി കിടക്കുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു. അടിസ്ഥാനപരമായിട്ട് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന ഒരു പേരിന് നിൽക്കുകയാണെങ്കിലും ഇപ്പോൾ ഇവിടേക്ക് മാത്രം ഇത് ചുരുങ്ങി കഴിഞ്ഞു. അപ്പം BJPയുടെ വിഷന് തടസ്സം ചെയ്യാത്ത ഒരാശയം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും കേരളത്തിലെന്നുണ്ടെങ്കിൽ അവർ തുടർന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നവർ ചിന്തിക്കുന്ന തെറ്റില്ല. കാര്യം എന്താണെന്ന് അറിയുമോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾ തടസ്സമില്ലാതെ എല്ലാ സംസ്ഥാനത്തും മുന്നോട്ട് പോകണമെന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുറന്നാലും കുഴപ്പമില്ല എന്ന് കേന്ദ്രം ചിന്തിച്ചാൽ അതിനെ മറ്റർത്ഥത്തിലൊന്നും നമ്മൾ കാണണ്ട. അതൊരു രാജ്യത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പദ്ധതികൾ ഫലപ്രദമായ ജനങ്ങൾ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മേളിൽ എന്ന് പറയുന്നത് ഈസിലി ഇവിടെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും. മറ്റേത് അദാനിക്ക് രാഹുൽ ഗാന്ധിയായിട്ടും ചർച്ച നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും ഇവിടെ തീർക്കാൻ പറ്റത്തില്ല. ചർച്ച നടത്താൻ പോകുമ്പോൾ നാഷണൽ ലെവലിൽ ചർച്ച നടത്തിയിട്ട് പല പദ്ധതികൾക്കും ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവകാശങ്ങളൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ BJP ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുറന്നാലും കുഴപ്പമില്ല. ഇനി ഇതൊന്നും അല്ല ആത്യന്തികമായ ആഗ്രഹം. ഞങ്ങൾ അതിനെക്കാട്ടി ഏറ്റവും എളുപ്പമെന്നാൽ ഞങ്ങൾ തന്നെ അധികാരത്തിലെത്തി. അപ്പോൾ NDA തന്നെ അധികാരത്തിലെത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം അതിൻ്റെ തുടക്കമാണ് 2020 നമ്മളിങ്ങനെ ഇവരിപ്പം BJPയുടെ ഭാഗത്ത് നിന്ന് കൂടെ കൂട്ടുന്നത്. അത് 2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ വലിയ വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളരും എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. കാര്യം ഈ മൂന്നാമത്തെ ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ വിവിധങ്ങളായ ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്യും. UDF-നൊപ്പമായിരുന്നു 2020 എങ്കിൽ 25 സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു 6-7 സീറ്റ് കിട്ടിയേനെ. 6-7 സീറ്റ് ഒരു 3-4 സീറ്റൊക്കെ ഈസി ആയിട്ട് ജയിച്ച് 2020 ഒരു നല്ലൊരു കാൽവയ്പ് വെക്കാൻ പറ്റിയാലായിരുന്നു. അത് അഴിമതി, അതാണ് ഈ പ്രശ്നം. ഇപ്പം സാബു ജേക്കബ് കിഴക്കമ്പലത്ത് കാണിച്ചു കൊടുത്ത മഹാത്ഭുതം എന്ന് പറയുന്നത് അഴിമതി രഹിതമായ ഒരു പഞ്ചായത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ എത്ര മനോഹരമാക്കി മാറ്റാമെന്നുള്ളതാണ്. പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരും CPM നേതാക്കന്മാരും കാണിക്കുന്ന അഴിമതികളാണ് പുള്ളി പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ചേരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ 14 വർഷം ഒറ്റയ്ക്ക് തന്നെ നിന്നത്. അപ്പോഴാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ അതേ സാധനം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇല്ലാതായി പോകുന്നൊരു സാഹചര്യത്തിൽ സാബു നീ BJPയിലേക്ക് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഈശ്വരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നിയൊരു തോന്നലോ ആണ്. അദ്ദേഹത്തിന് നിലനിൽക്കണം, അദ്ദേഹത്തിൻ്റെ ആശയം നിലനിൽക്കണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ, അദ്ദേഹത്തിന് കേരളത്തിൽ, അദ്ദേഹത്തിനും 2020 കേരളത്തിൽ ഉടനീളം സ്വീകാര്യത കിട്ടണമെന്നുണ്ടെങ്കിലും BJPയുടെ ഒപ്പം നിൽക്കുക. അപ്പം വികസനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ BJP ഷെബിൻ പറഞ്ഞില്ല, അദ്ദേഹം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കുന്നത്, ഈ തിരഞ്ഞെടുപ്പിൽ വിചാരിച്ച മുന്നേറ്റം 2020 NDAയോടൊപ്പം നിന്ന് ലഭ്യമാകുന്നില്ല എന്ന് വിചാരിക്കുക. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് കേട്ടോ. 25 അല്ല, കുന്നത്താണൊക്കെ ജയിക്കും. കുന്നത്താട് നിലവിൽ വോട്ടിൽ തന്നെ ഒന്നാമത്, പഞ്ചായത്തിലെ വോട്ടും BJPയുടെ വോട്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത്. സജീന്ദ്രൻ തോക്കുവോ? കോൺഗ്രസിൽ അവിടെ പ്രശ്നങ്ങളുണ്ട് കുന്നത്ത് നാട്ടിൽ. അതിനേക്കാൾ ഉപരി വോട്ടിൽ തന്നെ കുന്നത്ത് നാട്ടിൽ 2020 പ്ലസ് BJPയുടെ 10,000 വോട്ട്, 55,000 52,000 വോട്ട്. കഴിഞ്ഞ 46-44 കണ്ടു. അത് ഒറ്റയ്ക്ക് നിന്നപ്പോൾ BJPക്ക് വേറെ ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് അതിൽ തന്നെ 2 പഞ്ചായത്തിൽ എല്ലായിടത്തും മത്സരിച്ചില്ല. ആ വോട്ടും അവിടെ പക്ഷെ വോട്ടുണ്ട്. മത്സരിക്കാതിരുന്ന പഞ്ചായത്തിൽ 3,000-4,000 വോട്ടുണ്ട്. പക്ഷെ എന്നാലും 52,000 വോട്ട് പ്ലസ് 8,000 വോട്ട് BJP, 60,000. 2 പഞ്ചായത്തിൽ മത്സരിക്കാതിരുന്ന സമയം ആ പഞ്ചായത്തിൽ കിടക്കുന്ന 5,000-ഓളം വോട്ട്, 65,000 വോട്ടോളം ഉണ്ട് 2020 പ്ലസ് BJPക്ക് കുന്നത്ത് നാട്ടിൽ. തീർച്ചയായിട്ടും 50,000-52,000 വോട്ടേ ഉള്ളൂ സജീന്ദ്രന്. അല്ലെങ്കിൽ ക്രോസ് വോട്ട് നടക്കണം. LDF കൂടി കുത്തി കൊടുക്കണം. LDF സജീന്ദ്രൻ വോട്ട് ചെയ്യണം. ക്രോസ് വോട്ടിംഗ് നടന്നെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും നടക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷം അവരെ ജയിക്കാൻ വേണ്ടി, അധികാരത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ ക്രോസ് വോട്ടിങ്ങിനൊന്നും അവർ പോകത്തില്ല. അവരവരുടെ വോട്ട് ചെയ്യും. പിന്നെ തൃക്കാക്കര എഴുതി വെച്ചു. അതാണ് ചോദ്യം. തൃക്കാക്കര കൺഫേം ആണോ? അത്ര ആത്മവിശ്വാസമാണ്. ഞാൻ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണോ ഇത്തവണത്തെ കപ്പ് എനിക്കാണെന്ന് ഞാൻ ജൂനിയേഴ്സിനോട് പറഞ്ഞത്, അതേ വിളിക്കും കേട്ടോ. ഞാൻ വിളിക്കും 10 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം. അഖിലേട്ടാ ഇന്ന പോലെ എത്ര വോട്ടിന് ജയിക്കുന്നതാണ് വിശ്വാസം. ഓപ്പണായിട്ട് ഞാൻ പറയാം. 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇച്ചിരി കൂടി നല്ല തൃപ്പൂണിത്തുറയല്ലായിരുന്നോ നിൽക്കാനാണെങ്കിൽ? അല്ല. എന്താ? ഞാൻ തൃക്കാക്കര ഫെബ്രുവരി 25 സാബു സാറിനോട് ചോദിച്ചുണ്ടല്ലോ. ആണ്. എത്രയോ മാർച്ച് 15 കൺഫർമേഷൻ വരുന്നത്. ഞാൻ ഫെബ്രുവരി, അതെന്താന്ന് വെച്ചാലേ
തൃക്കാക്കരയിലെ സാധ്യത വേറെ ആരും കാണാത്ത സാധ്യതകളാണ് ഞാൻ കാണുന്നത്. എന്താ കണ്ടത്? ഒന്ന് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഫ്ലാറ്റുകളിലും അല്ലാതെയൊക്കെ താമസിക്കുന്ന വോട്ടർമാരിൽ കൂടുതലും കുറച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമില്ല അവർക്ക്. അല്ല, ഇവിടെ മതവും ഇല്ല. അവർക്ക് തൃക്കാക്കരക്കാർക്ക് മതമില്ല കേട്ടോ. അതെനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ജോസഫിനെയൊക്കെ വേറെ രീതിയിൽ അവതരിപ്പിച്ചിട്ട് പോലും അവര് പുറംകാലിലടിക്കുക ചെയ്ത്. അതാണ് തൃക്കാക്കര വളരെ ബോധതലത്തിലുള്ള. അതിലേട്ടാ അപ്പം ഈ തൃക്കാക്കര അപ്പം ഉറപ്പിച്ച്, അതായത് കുന്നത്തുനാട് ഒന്ന് ഉറപ്പിച്ചു നമ്മൾ, പിന്നെ ഒന്ന് തൃക്കാക്കര ഉറപ്പിച്ചു, തൃപ്പൂണിത്തുറ പിന്നെ വേണ്ട. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തൃപ്പൂണിത്തുറയേക്കാൾ നല്ല മണ്ഡലമാണോ തൃക്കാക്കര? അതായത് വിജയിച്ചു വരാൻ NDAക്ക് തൃപ്പൂണിത്തുറ എനിക്ക് തോന്നുന്നു ഏകദേശം 35,000 വോട്ടുണ്ട്. ഇവിടെ അത്രയുണ്ട്. ഇവിടെ 13,000 വോട്ടല്ലേ ഉള്ളൂ. ഇനി പറയാം. 2016 BJPക്ക് കിട്ടിയത് 23,000 വോട്ട്. 2021 BJPക്ക് കിട്ടിയത് 16,000 വോട്ട്. 2020 കിട്ടിയത് 14,000 വോട്ട്. എത്രയായി? 2020ക്ക് തൃക്കാക്കരയിൽ വോട്ട് കിട്ടിയായിരുന്നല്ലോ അല്ലേ? 16 BJPയുടെ 23,000 16,000 കുറയുകയാണ് ചെയ്തത്. 2016 നിന്ന് കുറഞ്ഞു. എന്തായാലും മറ്റു പല ഘടകങ്ങളും ഉണ്ടാവാം. പക്ഷേ 2016 23,000 പേർ താമരയ്ക്ക് കുത്തിയവരാ. അവർ തൃക്കാക്കരയിലുള്ളവരാ. അപ്പോൾ 23,000 പേര് താമരയ്ക്ക് ഒരിക്കൽ കുത്തി, 14,000 പേർ 2020ക്ക് കുത്തിയാൽ 37,000 പേര് രാഷ്ട്രീയം മാറി ചിന്തിച്ചവരാ. തീർച്ചയായിട്ടും അവരോട് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. പ്ലസ് എന്നെ പോലൊരു സ്ഥാനാർത്ഥി, നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ്, ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ലോകത്ത് ഒരുത്തനും സംസാരിക്കാൻ പറ്റാത്ത ഇമോഷണൽ ഞാൻ ജനവുമായിട്ട്. കാരണം ഞാൻ വളരെ സാധാരണക്കാർക്കിടയിൽ ജീവിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് വിഷമം അത്രത്തോളം സംസാരിക്കാൻ അറിയാവുന്ന ആൾ NDA പോലും അതിനല്ല, സംസാരമൊക്കെ മാറ്റി വെക്കടാ. എനിക്ക് മനുഷ്യനെ മനസ്സിലാവും. ഈ ഒരു പാവപ്പെട്ട വേദന മനസ്സിലാവും. ഞാൻ വളരെ, എനിക്ക് ഈ ജാടകളൊന്നും ഞാൻ എനിക്ക് ഇവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു വലിയ ലക്ഷറി വീട്ടിൽ പോയിരുന്ന അവിടുത്തെ ഒരു മുതലാളിയോട് സംസാരിക്കുന്നതിനെക്കാട്ടിയും ഭയങ്കര സന്തോഷമാണ് ഏറ്റവും സാധാരണക്കാർക്ക് ഒപ്പം ഇരുന്ന് ചെലവഴിക്കുന്നത്. ഞാൻ ഇന്നൊരു ഓട്ടോ സ്റ്റാൻഡിൽ പോയി എടുത്ത ഓട്ടോക്കാർക്ക് ഒപ്പം ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് പല കള്ളത്തരം കാണിക്കാൻ വേണ്ടി പലരും വരും. അങ്ങനെ കള്ളത്തരം കാണിക്കാൻ വന്ന ഒരാളാണ് നിങ്ങൾക്ക് തോന്നരുത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാട്ടിലുള്ള ഓട്ടോക്കാരുമായിട്ടൊക്കെ ഇരിക്കുന്ന ഫോട്ടോസുകൾ, വീഡിയോസുകൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അവർ വിചാരിക്കത്തില്ല ഇതൊരു ഷോയാണ്. നമ്മളത് ഷോ, സാധാരണക്കാർക്കൊപ്പം എൻ്റെ ഒന്നും ഷോ അല്ല. അത് എനിക്ക് മാത്രമായി എൻജോയ് ചെയ്യുന്നൊരു പ്രോസസ്സാണത്. അതിലൊരു 15,000 വോട്ട് വന്നാൽ അത് വരും. 15,000 അല്ല ഷിബിനെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ ഭൂരിപക്ഷം പോകും. സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ തൃശ്ശൂർ ഞാൻ ശക്തമായിട്ട് ഞാൻ പറഞ്ഞു. സുരേഷ് ഗോപി എല്ലാവരോടും പറഞ്ഞത് ഇത്തവണ 2 ലക്ഷത്തോളം ഭൂരിപക്ഷം കിട്ടുമെന്ന്. അവിടെ 80 കിട്ടി. അത് TM പ്രതാപനായിരുന്നെന്ന് കരുതിയിട്ടാണ് 2 ലക്ഷം പറഞ്ഞത്. TM പ്രതാപനായിരുന്നു 2 ലക്ഷം കിട്ടിയതാണ്. കെ മുരളീധരൻ വന്നത് കൊണ്ടാണ് ആ ഭൂരിപക്ഷം കുറഞ്ഞതെന്നാണ് പുള്ളി പിന്നീട് പറഞ്ഞത്. അതേ കണക്ക് ഞാൻ ഇവിടെ പറയുന്നു, ഞാനീ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ BJP കാരിയായിരിക്കും. തൃക്കാക്കര എവിടെ ഇരിക്കാൻ? തൃക്കാക്കരയിലെ BJP കാർ വിശ്വസിക്കും, പുറത്തുള്ള BJP കാർ വിശ്വസിക്കത്തില്ല, ഒരു മീഡിയ വിശ്വസിക്കത്തില്ല, പലരും തർക്കിക്കും. ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുഴപ്പം പറയുക, ഞാൻ തോക്കുമെങ്കിൽ തോക്കുമെന്ന് പറയുന്ന ആളാണ്. എനിക്കത് കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത സത്യം, ആൾക്കാരുടെ ഫീലിങ്സ്, ആൾക്കാരെന്താണ് ആഗ്രഹിക്കുന്നത്, അതായത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അതിശക്തമായി ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ഞാൻ കണ്ടത്. അത് സംഭവിച്ചിരിക്കും. ഞാൻ കുറച്ചുകൂടെ ഭൂരിപക്ഷം പറയാം. അല്ല, ഭൂരിപക്ഷം കൂടി പറയാം. അത് ഇപ്പോഴല്ല, ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാലേ ഉള്ളൂ. കുറച്ചുകൂടി പഠിക്കണം. 10 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ആത്യന്തികമായിട്ട് ആത്യന്തികമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ കോട്ടയൊന്നും ഇല്ലടാ. ഇതിനകത്തങ്ങ് ഒരു കോട്ടയും ഇല്ല. ഇവിടെ നിഷ്പക്ഷനായിട്ടുള്ള ജനത, തൃക്കാക്കരയെല്ലാം നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച ജനത, അവർക്ക് അടിക്കോ വഴക്കിനോ സമരങ്ങൾക്കോ പിന്നാലെ ഒന്നും പോകുന്നൊരു രാഷ്ട്രീയമോ സംഘടനാ പ്രവർത്തനം നടത്തിയുള്ള രാഷ്ട്രീയമോ കമ്മിറ്റികൾ കൂടിയുള്ള രാഷ്ട്രീയമോ ഇല്ലാത്തൊരു വിഭാഗം, വലിയ ശല്യമൊന്നുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അലവേനയൊന്നും ഇല്ലല്ലോ കോൺഗ്രസ്. എന്നാ കുത്തിയേക്കാം. അങ്ങനെയാണ് പിന്നെ ബെഹനാനൊക്കെ കുഴപ്പമില്ലാത്ത നേതാക്കന്മാരായിരുന്നു നേരത്തെ. PT തോമസിന് ഭയങ്കര ക്വാളിറ്റിയുള്ള ലീഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം വന്ന സഹതാപം മറ്റു ഇമ്പാക്റ്റും വന്നപ്പോൾ ഉമ്മച്ചേച്ചിക്കും ആ ആനുകൂല്യം കിട്ടി. ഈ 4 വർഷം കൊണ്ട് MLA ആണ് വിലയിരുത്തപ്പെടേണ്ടത്. ആ വിലയിരുത്തപ്പെടലിൽ MLA എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി എന്നുള്ളതൊരു ചോദ്യമാണ്. സംഘടനാപരമായിട്ട് അവർക്കുള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിനെ 10 ഇരട്ടി പ്രശ്നങ്ങൾ CPM-നോടുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി ഭയങ്കര ദുർബലയാണ്. അത് ആരാന്ന് പോലും ഇവിടുത്തെ പല ആൾക്കാർക്കും അറിയത്തില്ല.
അപ്പം ഒരേ സമയം ഇടതുപക്ഷത്തിന്റെ വോട്ട് അല്ല, ഞാൻ വിശ്വസിക്കുന്നത് അഖിലേട്ടൻ ചെയ്യപ്പെടും. പരാജയപ്പെട്ടാൽ പോലും 2ാം സ്ഥാനം വന്നാൽ പോലും അത് വിജയവാ. ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാണ്. ഞാൻ പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നു, മാരാറ് മത്സരിക്കുന്നത് തട്ട് താഴെ തന്നെ ഇരിക്കും, നമ്മൾ താഴത്തോട്ട് പോകല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ആൾക്കൂട്ടം ഭയങ്കരമായിട്ട് എതിർക്കുന്നത്. ഞാൻ ഇതുപോലെ എൻജോയ് ചെയ്യുന്നൊരു പ്രോസസ്സ് വേറെ ഇല്ല. അനുകൂലിച്ചാൽ ഞാൻ അന്ന് നശിച്ചു. എന്നെ എതിർക്കൂ, വീണ്ടും വീണ്ടും എതിർക്കാനാ പറയുന്നത്. എന്നെ ഇങ്ങനെ എതിർക്കുന്നവർ എൻ്റെ ഡൊപ്പമി ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നൊരു വാശിയാണ്. ഞാൻ എൻ്റെ ഒരു ഒറ്റ സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കൂടെ കൂട്ടിയിട്ടില്ല. അപ്പം കാര്യം ചേച്ചി എന്താ പറയുന്നത്? അവൾ കണ്ടേ ഞാൻ രാഷ്ട്രീയക്കാരനാവുന്നതാണ് ഇഷ്ടം. അല്ല, ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ചേച്ചിക്കുണ്ടോ? അവളും പുറത്തിറങ്ങി തുടങ്ങിയപ്പോൾ അവൾക്കത് മനസ്സിലായി. അവൾ ഒറ്റയ്ക്ക് ഇപ്പം ചില വീഡിയോ ഒക്കെ കയറുന്നുണ്ട്. ജയിക്കും അവസാനം എന്താണല്ലോ ആത്മവിശ്വാസം. ഇത് എഴുതി വെച്ചോ, ഈ മണ്ഡലം നീ എഴുതി വെച്ചോ. അതെന്തുകൊണ്ട് 2 കാര്യം കൊണ്ടാണ് ഞാൻ എത്ര കോൺഫിഡൻറ്റ് പറയുന്നത്. ഒന്ന്, ദൈവം എനിക്ക് തരുന്ന ഇൻറ്റ്യൂഷൻ നാളിതുവരെ തെറ്റിയിട്ടില്ല. UDF നിങ്ങൾ ജയിച്ചേനെ. NDA ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അഖിലേട്ടാ, നിങ്ങൾ NDA ജയിക്കുമ്പോൾ നമ്മുടെ മതേതരത്വത്തിനൊരു വിലങ്ങുതലാവുമെന്ന് എനിക്ക് ഭയമുണ്ട്. ഒരു മതേതരത്തിനും നമ്മൾ ആരും ഒരു വിലങ്ങ. അതെനിക്കറിയാം. എന്താ, ഒരിക്കലും അങ്ങനെ പച്ചവർഗീയത പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. ഇനി ഞാൻ വേറൊരു കാര്യം ഷെബിനോട് ഞാൻ വളരെ ലോജിക്കലി പറയുകയാണെ. ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ഭയങ്കര വർഗീയത പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പൊ SDP വർഗീയത പറയുകയാണ്. അപ്പോൾ എനിക്ക് ഷെബിനെ അറിയാം. ഷെബിൻ മതേതര മൂല്യമുള്ള ഒരാളാണ്. ഷെബിന് കോൺഗ്രസ് അവസരമൊന്നും തന്നില്ല. SDP നിനക്കൊരു അവസരം തന്നു. അപ്പം നീ അതിപ്പോ നീ എന്നോട് പറയണം, ചേട്ടാ ഞാൻ SDP പോവാണ്, എന്നോട് പറയാ. അങ്ങനെ ഒരു ഗഡിതേര് വന്ന ആത്മഹത്യ അല്ല, ഞാൻ പറയാ. സീറ്റിലേക്ക് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഭാഗ്യം ഷെബിൻ അതിൽ പോയല്ലോ, നന്നായി. കാര്യം അവരാരെങ്കിലും നാളെ എനിക്ക് 2 പെരുക്ക് തരാൻ തീരുമാനിച്ചാൽ അവൻ തടയാതെ അവനകത്തുണ്ട്. എനിക്ക് അവനെങ്കിലും വിളിച്ച് പറയാലോ, ഷെബിനെ നീ ഒന്ന് പറഞ്ഞേക്കണേ. അതായത് ഒരാളൊരു വിഷയമുണ്ടാക്കിയാൽ അതിനെ തടയാൻ ഒരാൾ വേണ്ടിടാൻ. അത് വേണം. ഇപ്പം BJP നീ പറയുന്ന കണക്ക് രാഷ്ട്രീയ വർഗീയ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ മതേതര മൂല്യമുള്ള 10 പേർ ഉണ്ടെങ്കിൽ ഒരു ചർച്ച നടക്കുകയാണ്. നമുക്ക് ഇന്ന ആൾക്കാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പുറത്ത് മതേതര മൂല്യമുള്ളവരുണ്ടല്ലോ, അവരെന്ത് പറയും? മോശമല്ലേ അത്, അങ്ങനെ ഒന്നും നമുക്ക് നമ്മളെ സംബന്ധിച്ച് വിഷയം ചാണകം ചാരിയ ചാണകം മണക്കുന്ന ചാരരുത്. ഈ കേരളത്തിലൊക്കെ കേരളത്തിൽ സൃഷ്ടിച്ച ഒരു വലിയ പ്രശ്നമാണിത്. കുറച്ചുകൂടെ നാളൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ SDP BJPയിലോട്ട് വരും. അങ്ങനെയൊക്കെ വരുന്ന ഒന്നും രക്ഷപ്പെട്ടില്ലേ? പ്യുവർ മതേതരത്വമായി മാറി. പ്യുവർ മതേതരത്വം 2 വർഗീയവാദികളോട് ഒരുമിച്ച് കൂടുമ്പോൾ വല്ല പൊട്ടും. 2 വർഗീയവാദികൾ ഒന്നിച്ചാ പിന്നെന്താടാ വർഗീയത? അവിടെ മതേതരത്വമാ. ++ഉം ചേർന്നാൽ നെഗറ്റീവ് അറിയത്തില്ലേ? 2 നെഗറ്റീവ് ആശയങ്ങൾ പറയുന്ന 2 പേർ തമ്മിൽ ഒരുമിച്ചാൽ പിന്നെ തമ്മിലടിയില്ലല്ലോ. അത് വൃത്തികെട്ടന്മാർ ഒരുമിച്ചാൽ പിന്നെ എന്തിനും തമ്മിലടി? വൃത്തികെട്ടന്മാരല്ലേ. എന്താണെങ്കിലും അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അതായത് അഖിലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. ഞാൻ അതുപോലെ വോട്ട് ചെയ്തിട്ടുള്ള ആളായിരുന്നു. അത് പിന്നീട് വ്യക്തിപരമുള്ള അടുപ്പമായി, ഭയങ്കര ഇഷ്ടമായി, സ്നേഹമായി, ബന്ധമായി. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് കൊട്ടാരക്കരയിൽ അഖിലേട്ടൻ മത്സരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു. കൊട്ടാരക്കര നീ KPC പ്രസിഡന്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെ, എന്താണെങ്കിലും NDA മുന്നണിയിൽ അതിശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് തൃക്കാക്കരയിൽ 25,000-ഓളം ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് അത്രയൊന്നും അഖിലേട്ടൻ പറഞ്ഞിട്ടില്ല. ജയിക്കും എന്ന ആത്മവിശ്വാസമുണ്ട്. ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇത് കൂടിയാലോ. അപ്പൊ നമുക്ക് 10 ദിവസം കഴിയുമ്പം അത് വ്യക്തമായിട്ട് അറിയാം. എന്താണെങ്കിലും അഖിലേട്ടൻ ജയിച്ചു വരട്ടെ എന്ന് NDA ആയിട്ട് പോലും ഏറ്റവും കൂടുതൽ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു പ്രസ്ഥാനവും മുന്നണിയാണ്. എന്നിട്ട് ഞാൻ പറയുന്നു അഖിലേട്ടൻ ജയിച്ചു വരട്ടെ എന്ന ആത്മാ, അത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയവും ജനനന്മയാണ്. എൻ്റെ ആശയവും അതൊക്കെ തന്നെയാണ്. അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ഷെബിനും തീർച്ചയായിട്ടും. അപ്പോൾ ആശംസകൾ വീണ്ടും ആശംസിക്കുന്നു. ഒരു MLA ആയിട്ട് 2026 നിയമസഭയിലേക്ക് ഇങ്ങനെ വലതുകാലെടുത്ത് വയ്ക്കാനുള്ള ഒരു അവസരം ദൈവം നൽകട്ടെ. അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അപ്പോൾ എന്താണെങ്കിലും അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഓക്കെ, ശരി.